അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ഇൻകം മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് കാറ്റഗറി ആഡ് ചെയ്യുക, പിന്നെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാം നമുക്ക് നോക്കാം. അതിനായി മസ്ജിദ് മാനേജ്മെൻറ്റ് എടുക്കുക. അതിൽ ഇൻകം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കാണും. അതിൽ ഇൻകം മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് താഴോട്ട് പോയാൽ ആഡ് കാറ്റഗറി എന്ന ഓപ്ഷൻസ് കാണും. നിങ്ങൾക്ക് എങ്ങനെയാണോ കാറ്റഗറി ഉദ്ദേശിക്കുന്നത്, ഓരോ കാറ്റഗറി ഉണ്ടായി, ഡൊണേഷൻ, സക്കാത്ത്, റെൻറ്റ് കാര്യങ്ങളൊക്കെ അത് ഓരോരോ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ള കാറ്റഗറി അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുള്ളത് ലേലം ആണ്. ആഡ് കൊടുക്കുക. കാറ്റഗറി ആഡ് ആയിട്ടുണ്ട്. ഇതിൽ കുറേ കാറ്റഗറി ഓൾറെഡി ആഡ് ആക്കിയിട്ടുണ്ട്. പുതുതായി ലേലം ആഡ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാറ്റഗറി കാര്യങ്ങളൊക്കെ ആഡ് ആക്കേണ്ടത്. പിന്നെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത്, റിപ്പോർട്ട് മുകളിൽ റിപ്പോർട്ടിൻ്റെ സിമ്പലുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് മുതലാണോ റിപ്പോർട്ട് എടുക്കേണ്ടത്, ഏത് വരെയാണോ റിപ്പോർട്ട് എടുക്കേണ്ട എൻഡ് ഡേറ്റ് അത് കൊടുക്കുക. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഞാൻ 2025 കൊടുക്കുന്നുണ്ട്. എൻഡിങ് ഡേറ്റ് 2026 ഏപ്രിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ മൊത്തത്തിൽ എടുക്കാനുണ്ടോ എന്ന്, മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ കൊടുത്താൽ മതി. ഓരോ കാറ്റഗറി വൈസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓരോ കാറ്റഗറി ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഞാൻ മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. ജനറേറ്റ് കൊടുത്തു. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഇൻകം കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് ഇങ്ങനെ കാണുന്നതാണ്. PDF വേണമെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യുക. എക്സൽ ഷീറ്റ് വേണമെങ്കിൽ എക്സൽ ഷീറ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ്. PDF ഞാൻ ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾക്ക് PDF ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും.